ഹലോ എവ്രി വൺ, ഐ+ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CSIR നെറ്റ് ലൈഫ് സയൻസിലെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിൻ്റെ PYQs ഡിസ്കഷനാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, according to MacArthur and Wilson's equilibrium theory, which of the following is true? So MacArthur and Wilson's ഈക്വിലിബ്രിയം തിയറിന്ന് വെച്ചിട്ട് ഇത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് മെക്കാർത്തർ ആൻഡ് വിൽസൺസ് ഈക്വിലിബ്രിയം തിയറി എന്ന് പറയുന്നത്? സോ ഒരു ഐലൻഡിൽ, ഐലൻഡ് ബയോജിയോഗ്രഫിയിലെ ഒരു തിയറിയാണിത്. സോ ഒരു ഐലൻഡിൽ നമ്പർ ഓഫ് സ്പീഷീസിനെ അവിടുത്തെ എക്സ്റ്റൻഷൻ റേറ്റ് ആൻഡ് കോളനൈസേഷൻ റേറ്റിൻ്റെ ഒരു ഈക്വിലിബ്രിയം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് ആ ഒരു തിയറി പറയുന്നത്. സോ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ പറഞ്ഞത്. നമ്പർ ഓഫ് സ്പീഷീസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സ്. ഒന്ന് കോളനൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ റേറ്റ് എന്ന് നമുക്ക് പറയാം, മറ്റൊരെണ്ണം എക്സ്റ്റിങ്ഷൻ റേറ്റ്. സോ ഈ ഇമിഗ്രേഷൻ റേറ്റിന് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ്, മെയിൻലാൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. സോ മെയിൻലാൻഡിൽ നിന്ന് നല്ല ദൂരമുള്ള ഐലൻഡ് ആണെങ്കിൽ കോളനൈസേഷൻ റേറ്റ് കുറവായിരിക്കും, അടുത്താണെങ്കിൽ കോളനൈസേഷൻ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെയുള്ള ഫാക്ടറാണ് എക്സ്റ്റിങ്ഷൻ റേറ്റ്. സോ എക്സ്റ്റിങ്ഷൻ റേറ്റ് ലാർജർ ഐലൻഡിൽ കുറവായിരിക്കും, സ്മോളർ ഐലൻഡിൽ കൂടുതലായിരിക്കും. ബിക്കോസ് സ്മോളർ ഐലൻഡിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും, റിസോഴ്സസ് കുറവായിരിക്കും, അങ്ങനെ എക്സ്റ്റിങ്ഷൻ്റെ ചാൻസ് കൂടും. സോ ഇതാണ് മക്കാർത്തർ വിൽസന്റെ ഈക്വിലിബ്രിയം തിയറി പറയുന്നത്. സോ ഇത് ഒരു ഗ്രാഫാണ്, ഇതിനകത്ത് നമുക്ക് കാണാം. സോ എക്സ്റ്റിങ്ഷൻ റേറ്റ് കൂടുതൽ സ്മോൾ ഐലൻഡിനകത്താണ്, ലാർജർ ഐലൻഡിനകത്ത് എക്സ്റ്റിങ്ഷൻ റേറ്റ് കുറവാണ്. സോ കോളനൈസേഷൻ റേറ്റ് ക്ലോസ് ആണെങ്കിൽ, മെയിൻലാൻഡിൽ നിന്ന് ഐലൻഡ് ക്ലോസ് ആണെങ്കിൽ, അടുത്താണെങ്കിൽ കോളനൈസേഷൻ റേറ്റ് കൂടുതലാണ്, ദൂരെ ആണെങ്കിൽ കോളനൈസേഷൻ റേറ്റ് കുറവാണ്. സോ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഷീസ്, ഇത് 4 ഐലൻഡാന്ന് നോക്കാം. സോ ഇത് ഇന്റർസെക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നമ്പർ ഓഫ് സ്പീഷീസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത്. ഈ 4 ഐലൻഡിനകത്ത് ഈ ഒരു ഐലൻഡിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. സോ എങ്ങനത്തെ ഐലൻഡാണത്? അതിന് ലാർജാണ്, എന്നാൽ ലാർജ് എന്ന് പറയുമ്പോൾ എക്സ്റ്റിങ്ഷൻ റേറ്റ് കുറവായിരിക്കും. പിന്നെ കോളനൈസേഷൻ എന്ന് കൂടുതലാണ്, ബിക്കോസ് അവർ ക്ലോസ് ടു ദ മെയിൻലാൻഡ് ആണ്. ലാർജും ക്ലോസ് ടു ദ മെയിൻലാൻഡുമായിട്ടുള്ള സ്പീഷീസിനാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. ബാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്പീഷീസ് വരുന്നത് ഏതിനാണ്? ലാർജറായിട്ടും മെയിൻലാൻഡിന് ക്ലോസ് ആയിട്ടുള്ള ഐലൻഡിനാണ്. സോ ഇതാണ് നമ്മുടെ ഐലൻഡ് ബയോജിയോഗ്രഫി തിയറി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഏതാണ് ട്രൂ എന്ന് നോക്കാം. ലാർജർ ഐലൻഡ്സ് ആൻഡ് ഐലൻഡ്സ് ക്ലോസ് ടു ദ കോണ്ടിനെന്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് മോർ സ്പീഷീസ് ദെൻ സ്മോളർ ഐസൊലേറ്റഡ് ഐലൻഡ്സ്. സോ ഇത് കറക്റ്റ് ആൻസർ ആണ്. സോ ഐലൻഡ് ലാർജർ ആകുമ്പോഴത്തേക്കും എക്സ്റ്റിങ്ഷൻ റേറ്റ് അവിടെ കുറവാണ്. സോ സൈസ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് എക്സ്റ്റിങ്ഷൻ റേറ്റ് ആണ്. സോ എക്സ്റ്റിങ്ഷൻ റേറ്റ് ഇവിടെ കുറവാണ്. ഐലൻഡ് ക്ലോസർ അടുത്താണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ട് പറയുന്നത് എന്താണ്? കോളനൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ എമിഗ്രേഷൻ അവിടെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മോർ നമ്പർ ഓഫ് സ്പീഷീസ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, മോർ ദൻ സ്മോളർ ആൻഡ് ഐസൊലേറ്റഡ് ഐലൻഡ്സ്. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. സ്മോളർ ഐലൻഡ്സ് ആൻഡ് ഐലൻഡ്സ് ഫാർ അവേ ഫ്രം ദ കോണ്ടിനെന്റ് ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് മോർ സ്പീഷീസ് ദൻ ദ ലാർജ് ആൻഡ് ഐസൊലേറ്റഡ് ഐലൻഡ്സ്. തെറ്റാണ്. Smaller islands and islands closer to the continents are expected to have more species than far away smaller isolated islands. അങ്ങനെയുമല്ല. Next, small species of all islands irrespective of their same species on all islands irrespective of their size and distance. അങ്ങനെയല്ല, സൈസും ഡിസ്റ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സൈസ് കൂടുതലാണെങ്കിൽ എക്സ്റ്റിങ്ഷൻ റേറ്റ് കുറവാണ്, അപ്പം നമ്പർ ഓഫ് സ്പീഷീസ് കൂടുതലായിരിക്കും. ക്ലോസർ ടു ദ മെയിൻലാൻഡ് ആണെങ്കിൽ കോളനൈസേഷൻ റേറ്റ് കൂടുതലായിരിക്കും. സോ നമ്പർ ഓഫ് സ്പീഷീസും കൂടുതലായിരിക്കും. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A multimeric protein when run on an SDS gel showed 2 bands at 20K Dalton and 40K Dalton. However, when the protein was run on the native gel, it showed a single band on 120 kilodalton. The native form of the protein would be. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മൾട്ടിമെറിക് ആയിട്ടുള്ള പ്രോട്ടീനാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് SDS പേജിനകത്ത് SDS ജെല്ലിനകത്ത് റൺ ചെയ്യിപ്പിച്ചപ്പോൾ 2 ബാൻഡാണ് ഫോം ചെയ്തത്. സോ ഒന്ന്
സോ ഇതാ ബാൻഡെങ്കിൽ ഒന്ന് 20 കിലോ ഡാൾട്ടൻ്റെയും ഇനി ഒന്ന് 40 കിലോ ഡാൾട്ടൻ്റെയാണ്. സോ ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് 40 കിലോ ഡാൾട്ടൻ്റെയാണ് നോക്കാം. സോ ഇത് SDS ജെല്ലിനകത്താണ്. സോ നേറ്റീവ് ബാൻഡ് എങ്ങനെയാണോ ഒരു 120 കിലോ ഡാൾട്ടണിൽ ഒരു ബാൻഡാണ് ഫോം ചെയ്തത്. സോ ഇതൊരു ബേസിക് മാത്ത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനകത്ത് എങ്ങനെയാണ് ആ നേറ്റീവ് ഫോമിൻ്റെ നേച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 ഹോമോ ട്രൈമർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് നേരത്തെ SDS ജെല്ല് ചെയ്തപ്പോൾ തന്നെ 2 ബാൻഡ് ഫോമായി. അപ്പോൾ എന്തായാലും അവർ സെയിം ആവാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും അത് ഹെട്രോ പോളിമറാണ്. നമുക്ക് ഹെട്രോമെറിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് നമുക്ക് മനസ്സിലായി. സോ എത്ര സബ് യൂണിറ്റ്സ് ഉണ്ടെന്നാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. അപ്പം എന്തായാലും ഹോമോ ട്രൈമറിക് ആവാൻ ചാൻസ് ഇല്ല. പിന്നെ ഹെട്രോ ടെട്രാമേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടോ? ഹെട്രോ ടെട്രാമേഴ്സ് ആവുകയാണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഫോർ ഇത് ലെറ്റ്സ് സേ 40 കിലോ ഡാൾട്ടൻ്റെ 2 20 കിലോ ഡാൾട്ടൻ്റെ 2 അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും 40 + 80 നമുക്ക് കിട്ടും, 120 കിട്ടും. 120 കിട്ടും. സോ അത് ഹെട്രോ ടെട്രാമർ വരുമോ? ഹെട്രോ ടെട്രാമർ വരാം. പിന്നെ ഹെട്രോ ഡൈമർ വരുമോ? സോ ഹെട്രോ ഡൈമർ എന്ന് വരുമ്പോൾ 40 + 20 ആയിരിക്കും. സോ 660 വരുന്നുള്ളൂ. സോ ഹെട്രോ ഡൈമർ വരത്തില്ല. പിന്നെ ഹെട്രോ ട്രൈമർ. സോ ഹെട്രോ ട്രൈമർ വരുവാണെങ്കിൽ ലെറ്റ്സ് സേ 40യുടെ 1 ആൻഡ് 20യുടെ 2 വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? 80 വരത്തുള്ളൂ. അതേസമയം നമ്മൾ നേരെ തിരിച്ച് 40യുടെ 2 അല്ലെങ്കിൽ 20യുടെ 1 എന്ന് വെക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? 80 + 20 100 നമുക്ക് വരത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഹെട്രോ ട്രൈമറും അത് ഫോം ചെയ്യാനുള്ള ചാൻസ് ഇല്ല. സോ അപ്പോൾ എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹെട്രോ ടെട്രാമർ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. സോ ബേസിക്കലി സിമ്പിൾ മാത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 ഹെട്രോ ടെട്രാമർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are the name of statistical distribution in column 1 and their characteristic feature in column 2. Which one of the following represents a correct match between column 1 and column 2? So match the following ആണ് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം 2 ഔട്ട്കംസ് മാത്രം ഉള്ളപ്പോഴാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അവിടെ വരുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ഒബ്സർവേഷൻ റെപ്രസെൻറ്റ്സ് 1 of the 2 ഔട്ട്കംസ്, സക്സസ് ഓർ ഫെയിലിയർ, ഹെഡ് ഓർ ടെയിൽ. സോ അങ്ങനത്തെ കേസസ് വരുമ്പോഴാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. സോ A is 1. പിന്നെയുള്ളത് പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് ഏതാണ്? സോ പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് പ്രോബബിലിറ്റി ഓഫ് ഗിവൻ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ എ ഫിക്സ്ഡ് ഇൻ്റർവൽ ഓഫ് ടൈം. സോ അങ്ങനത്തെയാണ് നമ്മൾ പൊസോൺ ഡിസ്ട്രിബ്യൂഷനകത്ത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് സെൽ ഡിവിഷൻ ഇൻ എൻ ആർ, അങ്ങനത്തെ കേസസിലൊക്കെയാണ് നമ്മൾ പൊസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം നമ്മൾ മോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ദാറ്റ് ഈസ് സിമെട്രിക് അറൗണ്ട് ദ മീൻ. സോ ഒരു ബെൽ ഷേപ്ഡ് കർവ് ഫോം ചെയ്തിട്ട് സിമെട്രിക് അറൗണ്ട് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇതാണ് നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് വരുന്നത്? A is 1. A1 വരുന്നത് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. B ഏതാണ്? B3. സോ B3 ആൻഡ് C2 വരുന്നത് ഓപ്ഷൻ 3-കകത്താണ്. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In order to estimate population size of a fish species in lake, a researcher captures 100 fishes from the lakes and marks them with colored tags. A week later, the researcher returns to the lake and catches 150 fishes of the same species and finds that 25 of them are previously tagged. Assuming no immigration or emigration occurred, the total population size of the fish in the lake will be option 1 17, option 2 38, option 3 600 and option 4 860. സോ ഇതിനകത്ത് സ്ഥിരം CSIR-നകത്ത് ലൈഫ് സയൻസിനകത്ത് ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ മാർക്ഡ് ആൻഡ് റീക്യാപ്ചർ മെത്തേഡിനകത്ത് വരുന്നത്. സോ ഇതിനകത്ത് സിമ്പിൾ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആ ഫോർമുലയാണ് C1 into C2 by M. സോ ഇതിനകത്ത് പലതരം റെപ്രസെൻറ്റേഷൻ പല സ്ഥലത്തുണ്ട്. ബട്ട് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത് ലെസ് കൺഫ്യൂസിങ് ആയിട്ടുള്ളതും C1 into C2 by M. സിമ്പിളായിട്ടുള്ള
ഒരു ഇക്വേഷനാണ്. സോ ഇതിനകത്ത് നമുക്ക് പോപ്പുലേഷൻ സൈസാണ് അറിയേണ്ടത്. സോ അതിന് നമുക്ക് C1 ഇൻറ്റു C2/m വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ എന്താണ് C1, C2 and m എന്ന് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നതിനെയാണ് C1 എന്ന് നമ്മൾ പറയുന്നത്. സോ ക്യാപ്ചർ ചെയ്യുന്നതിനെല്ലാം നമ്മളവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ സെക്കൻഡ് ടൈം ക്യാപ്ചർ ചെയ്യുന്നതാണ് C2. C2 ഏതൊക്കെയാണ് നേരത്തെ മാർക്ക് ചെയ്തത് കിട്ടിയത്, അതാണ് m. സോ ഇങ്ങനെ ഒരു സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ C1 ഇൻറ്റു C2/m എന്ന് പറയുമ്പോൾ C1 ഇവിടെ എന്താണ് 100, C2 is 150 and m is 25. സോ ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസറാണ് 600. സോ ഇതാണ് സിമ്പിളായിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. C1, C2 ഇൻറ്റു m എന്ന് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. C1 എന്ന് പറയുന്നത് ആദ്യം ക്യാച്ച് ചെയ്ത ഫിഷസ്, അതിനെല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ C2 രണ്ടാമത് ക്യാപ്ചർ ചെയ്ത ഫിഷസ്, അതിനകത്ത് എത്ര എണ്ണമാണ് മാർക്ക്ഡ്, അതാണ് m. സോ ഇങ്ങനെ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് റീക്യാപ്ചർ മെത്തേഡിനകത്ത് വരുന്നത്. സോ ഇതാണ് 600 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് 5th ക്വസ്റ്റ്യനിലോട്ട് പോവാം. The ratio of variance in male mating success to variance in female mating success is strongly biased in species P. So in species P, strongly male biased in species P. So species P ക്കകത്ത് വേരിയൻസ് മെയിലിനകത്തുള്ളത് is more than variance in female. അതേസമയം strongly female biased ആണ് സ്പീഷീസ് Qയിൽ. ആൻഡ് സിമിലർ ഇൻ സ്പീഷീസ് R. Rനകത്ത് ഏകദേശം ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. All else being equal, which one of the following matches between the species and the mating system is more likely എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിനകത്ത് വേരിയൻസ് എപ്പോഴാണ് കൂടുതലെന്ന് വെച്ചാൽ ഏത് സ്പീഷീസ് ആണോ, ഏത് ഇൻഡിവിജ്വൽ ആണോ മോർ മേറ്റ്സിനെ തേടി പോകുന്നത് അതിനായിരിക്കും വേരിയൻസ് കൂടുതൽ. സോ പോളിഗാമി ഷോ ചെയ്യുന്ന ഇൻഡിവിജ്വലിനാണ് ആ ഒരു മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ഇൻഡിവിജ്വലിനാണ് വേരിയൻസ് കൂടുതൽ വരുന്നത്. സോ നമുക്കിപ്പം ഫസ്റ്റ് നമുക്ക് ഇത് ആറിൽ നിന്ന് തുടങ്ങാം. സോ ആറിലാവുമ്പോൾ ഈക്വൽ ആണ്. സോ വേരിയൻസ് ഈക്വൽ എപ്പോഴാണ് വരുന്നത്, മോണോഗാമിക്കകത്താണ് വേരിയൻസ് ഈക്വൽ വരുന്നത്. സോ R മോണോഗാമി ഇവിടെയുമുണ്ട്, R മോണോഗാമി ഇവിടെയുമുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇൻഡിവിജ്വൽ പി നോക്കാം. സോ ഇൻഡിവിജ്വൽ പി എങ്ങനെയാണ്, സ്ട്രോങ്ലി മെയിൽ ബയസ്ഡ് ഇൻ പി. സോ മെയിൽ ബയസ്ഡ് ഇൻ പി എന്ന് പറയുമ്പോൾ ഒരു മെയിൽ മൾട്ടിപ്പിൾ ഫീമെയിൽ പാർട്ട്നേഴ്സ് വെച്ചിട്ടുണ്ടെന്നാണ് അവിടെ അർത്ഥം. സോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പി ഈസ് പോളിഗൈനി. സോ പി ഈസ് പോളിഗൈനി. അപ്പോൾ സ്വാഭാവികമായിട്ട് Q പോളി ആൻഡ്രി ആയിരിക്കും. Qനകത്ത് ഫീമെയിൽ ബയസ്ഡ് ആണ്. ബിക്കോസ് ഫീമെയിൽ പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ മൾട്ടിപ്പിൾ മെയിൽ പേഴ്സ് വെച്ചിട്ടുണ്ട്. സോ അപ്പം ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. E. coli mutants isolated from a genetic screen showed following classes of mutation. Point mutation in LAC-I. Statements are point mutation in LAC-I, deletion immediately downstream of the transcription start site of the LAC-ZYA mRNA, duplication of the part or whole of LAC-Y, duplication of the part or whole of LAC-A. So in the question endanu, choose the option to result in constitutive expression of the ഓപ്പറോൺ. സോ ഏതാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഓപ്പറോണിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷന് ഇതിനകത്ത് ഏത് മ്യൂട്ടേഷനാണ് ലീഡ് ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ സോ ലാക്ക് ഓപ്പറോണിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറിന് മാറ്റർ ചെയ്യാണ്ട് തന്നെ എപ്പോഴും ഈ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളതിനെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ റെഗുലേഷൻ നടക്കുന്നില്ല, ആ സമയത്താണ് നമ്മളിത് കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി എക്സ്പ്രസ്ഡ് ആവുന്നത്. സോ ഇൻ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദി ഇൻഡ്യൂസർ ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി ഈ ജീൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സോ ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ മാത്രമാണ് ഇത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ബട്ട് ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിലും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ട്രാൻസ്ക്രിപ്ഷൻ നടന്നാലാണ് നമ്മളതിനെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ പ്രോബ്ലം വരുന്നത് എവിടെയാണ്, റെഗുലേഷനകത്ത് പ്രോബ്ലം വന്നാലാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ അവിടെ നടക്കുന്നത്. സോ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, പോയിന്റ് മ്യൂട്ടേഷൻ ഇൻ LAC-I.
സോ ലാക്ക് ഐനകത്ത് പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സോ ഇതാണ് നമ്മുടെ ലാക്ക് ഐ. സോ അതിന് ലാക്ക് ഐ ആണ് റെപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് റെപ്രസർ പ്രോട്ടീൻ വരുന്നത്. ഇപ്പോൾ റെപ്രസർ പ്രോട്ടീൻ ഇപ്പോൾ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്തത്. അപ്പം ഇതിന് മ്യൂട്ടേഷൻ ആണ് സംഭവിച്ചെങ്കിൽ, ഇതിന് മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ, ഇത് ഐ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇത് പ്രോസസ്സ് വരത്തില്ല. സോ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിലും ഈ ഒരു പ്രോസസ്സ് നടക്കും. ഈ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ റെപ്രസർ ഇല്ലാത്തതുകൊണ്ട് ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിലും ഈ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങും. സ്ട്രക്ചറൽ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങും. സോ അതിനകത്തൊരു പ്രശ്നം വന്നാൽ, ഈ ഒരു റെപ്രസറിനകത്ത് പ്രോബ്ലം വന്നാൽ എന്തായാലും അത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷന് ലീഡ് ചെയ്യും. സോ പോയിന്റ് മ്യൂട്ടേഷൻ ഇൻ ലാക്ക് ഐ എന്തായാലും കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷന് ലീഡ് ആവും. സോ എ എവിടെയൊക്കെ ഉണ്ട്? എ ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 4 ഉണ്ട്. ബി സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഡെലീഷൻ ഇമ്മീഡിയറ്റ്ലി ഡൗൺ സ്ട്രീം ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റ് ഓഫ് ദ ലാക്ക് ZYA mRNA. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഡൗൺ സ്ട്രീം ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് ആണ്. സോ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റിൻ്റെ താഴെ ഡൗൺ സ്ട്രീമിൽ ഒരു മ്യൂട്ടേഷൻ വന്നെന്ന് പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ വരണം എന്നില്ല. സോ അത് ആ സ്ട്രക്ചറൽ ജീനിൽ എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. സോ നെഗറ്റീവ്ലി ആയിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷന് അത് കാരണമാകാൻ പോകുന്നില്ല. മുസി എന്താ പറയുന്നത്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ഹോൾ ഓർ പാർട്ട് ഓർ ഹോൾ ഓഫ് ലാക്ക് വൈ. സോ ലാക്ക് വൈൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ ഈ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ്റെ കാരണമാകുന്നില്ല. ബിക്കോസ് ഇവിടെ റെഗുലേഷനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാലാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷന് കാരണമാകുന്നത്. വൈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, സെഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കത്തില്ല. ബിക്കോസ് ഇതൊന്നും റെഗുലേഷന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലേ ഇവിടെ വരുന്നത്. സോ എന്തായാലും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വൈ ജീനിൽ എന്തായാലും കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ വരത്തില്ല. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ലാക്ക് എയിലും അത് സംഭവിക്കത്തില്ല. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാത്രമാണ്. ഓപ്ഷൻ എയിലാണ് ഈ ഒരു പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അവിടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ വരത്തുള്ളൂ. സോ ഓൺലി എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഓൺലി എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following options correctly relates to the source gland or organ with respect to the hormone as well as function? So ഇവിടെ source gland തന്നിട്ടുണ്ട്, ഹോർമോൺസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫങ്ഷൻസും തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നോക്കാം. തൈറോയിഡ് ഗ്ലാൻഡ്, തൈറോക്സിൻ. ഓക്കെ, ഇതുവരെ കറക്റ്റാണ്. റെഗുലേറ്റ്സ് ബ്ലഡ് കാൽഷ്യം ലെവൽ. സോ ഇത് തൈറോയിഡിൻ്റെ ഫങ്ഷൻ അല്ല. സോ കാൽഷ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് പാരാതൈറോയിഡ് ഹോർമോണിൻ്റെയും കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെയുമാണ് ഫങ്ഷനാണ് ഈ ബ്ലഡ് കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും അത് ആൻസർ അല്ല. നെക്സ്റ്റ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഓക്സിറ്റോസിൻ കോൺട്രാക്ഷൻ ഓഫ് ദ യൂട്രിൻ മസിൽസ്. ഇവിടെ പ്രോബ്ലം വരുന്നത് ഇതും കറക്റ്റാണ്. ബട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല. ഓക്സിറ്റോസിനും വാസോപ്രസിനും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ഓപ്ഷൻ എന്താണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, വാസോപ്രസിൻ, റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ഓഫ് ദ നെഫ്രോൺ. സോ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. വാസോപ്രസിൻ്റെ ഒറിജിൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷനും വാട്ടർ അബ്സോർപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഫോർത്ത് എന്താണ്? കോർപ്പസ് ലൂട്ടിയം, ഈസ്ട്രജൻ അല്ല, പ്രൊജസ്ട്രോൺ ആണ് വരേണ്ടത്. പ്രൊജസ്ട്രോൺ ആണ് പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, വാസോപ്രസിൻ ആൻഡ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ഓഫ് നെഫ്രോൺ. സോ അതാണ് ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ. സോ നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. Given below in column 1 is the major functions of different subclasses and column 2 consists of the name of the subclass. So select the correct combination എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ബൈൻഡ്സ് ടു മാക്രോഫേജ് ബൈ FC. സോ FC ബൈൻഡ് ചെയ്യുന്നത് IgG ആണ്. സോ ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. A is 4. സോ A4 ആകെ ഒരു ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. സോ ഏത് ആൻറ്റിബോഡിയാണ് ബൈൻഡ്സ് ടു മാക്രോഫേജ് ബൈ
FC, അത് IgG ആണ്. സോ ബി എന്താണ്? ബൈൻഡ്സ് ടു മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽ. സോ ഇതെല്ലാം അലർജിക് റിയാക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് IgE ആണ്. B is 3, കറക്റ്റാണ്. B is 3. പിന്നെ ഫസ്റ്റ് ബി സെൽ റിസപ്റ്റർ ഇത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, ഇസ് M. ഫസ്റ്റ് ബി സെൽ റിസപ്റ്റർ എന്ന് പറയുന്നത് IgM ആണ്. പിന്നെ ഉള്ളത് നോ മേജർ സ്പെസിഫിക് ഫങ്ഷൻ നോൺ അതർ ദൻ ആൻറ്റിജൻ ബൈൻഡിങ്. സോ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ഏതാണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് IgB. പിന്നെയുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് മ്യൂക്കസ് മെംബ്രെയിനസ് IgE. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. സോ ഈ ഒരു ടേബിളിനകത്ത് മോസ്റ്റ് ഓഫ് ദ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. IgG മോണോമർ ആണ്, free in plasma, most abundant antibody in primary and secondary responses, can cross placenta and provide passive immunity to the fetus. ഇതൊക്കെയാണ് മെയിനായിട്ട് IgGനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. IgM പെൻറ്റാമർ ആണെന്ന് ഓർത്ത് വെക്കുക. ബി സെൽ റിസപ്റ്റർ ഫോം ആവുന്ന ഫസ്റ്റ് ബി സെൽ റിസപ്റ്റർ ഫോം ആവുന്നത് IgM ആണ്. പിന്നെ IgDയുടെ കാര്യമാണ് നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. മോണോമറാന്ന് ഓർത്ത് വെക്കുക. IgA ഡൈമറാന്ന് ഓർത്ത് വെക്കുക. അത് സെക്രീറ്റ് ചെയ്യുന്ന സോ മോണോമർ ഫൗണ്ട് ഇൻ പ്ലാസ്മ. മോണോമറായിട്ട് അവർ പ്ലാസ്മയിലാണ്, ബട്ട് സെക്രീഷൻസിൽ, അതായത് അത് സെക്രീഷൻസിൽ ഡൈമറായിട്ടാണ് നമുക്ക് കാണുന്നത്. സലൈവ, ടീയേഴ്സ്, മിൽക്ക് ആൻഡ് അതർ ബോഡി സെക്രീഷൻസിൽ ഇവരെ ഡൈമറായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൂടെ ഓർത്ത് വെക്കുക. ഇറ്റ് പ്രൊട്ടക്ട്സ് മ്യൂക്കോസൽ സർഫേസസ്. പിന്നെ IgE മോണോമർ ആണ്, സെക്രീറ്റഡ് ബൈ പ്ലാസ്മ സെൽസ്, സ്കിൻ ആൻഡ് ടിഷ്യൂ ലൈനിങ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ റെസ്പിറേറ്ററി ട്രാക്സ്. ഇവിടെ അലർജിക് റെസ്പോൺസസ് ആണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ ഫോർത്ത് ഓപ്ഷൻ ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The mutation in an oncogene falls under which of the following classes? Option 1 loss of function mutation, option 2 frame shift mutation, option 3 gain of function mutation, option 4 dominant negative mutation. So എന്താണ് ഈ ഓങ്കോജീൻ എന്ന് പറയുന്നത്? സോ ഓങ്കോജീൻ പ്രോട്ടോ ഓങ്കോജീൻസിൽ നിന്ന് മ്യൂട്ടേഷൻ വരുമ്പോൾ ഫോം ആവുന്ന ജീൻസാണ് ഓങ്കോജീൻസ് എന്ന് പറയുന്നത്. സോ ഈ പ്രോട്ടോ ഓങ്കോജീൻസ് ജനറലി സെൽസിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടും സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷന് വേണ്ടിയിട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീൻസ് പ്രോട്ടീൻസുമാണ്. സോ അവരിൽ ഗെയിൻ ഓഫ് ഫങ്ഷൻ വരുമ്പോൾ അവർക്ക് റെഗുലേഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കാത്ത രീതിയിലാവും. അതായത് സെൽ ഡിവൈഡ് ആവേണ്ടാത്ത സമയത്തും സെല്ല് ഡിവൈഡ് ആവാൻ തുടങ്ങും. അപ്പോപ്ടോസിസിന് അവർ റെസിസ്റ്റൻ്റ് ആവും. സോ അങ്ങനത്തെ മ്യൂട്ടേഷൻ വരുന്നതാണ് നമ്മൾ ഗെയിൻ ഓഫ് ഫങ്ഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഓങ്കോജീൻസിനകത്താണ് വരുന്നത്. സോ ഓങ്കോജീൻസിന് ഇങ്ങനത്തെ മ്യൂട്ടേഷൻസ് വരുമ്പോഴാണ് ക്യാൻസർ ഫോം ചെയ്യുന്നത്. അതേസമയം ഇതിന് അല്ലാണ്ട് ക്യാൻസറിലുള്ള ഇനിയൊരു തരത്തിലുള്ള ജീൻസാണ് ട്യൂമർ സപ്രസർ ജീൻസ്. ട്യൂമർ സപ്രസർ ജീൻസിനകത്ത് ലോസ് ഓഫ് ഫങ്ഷൻ മ്യൂട്ടേഷൻ വരുമ്പോഴാണ് ക്യാൻസർ കോസ് ചെയ്യുന്നത്. ബിക്കോസ് അവർ റെഗുലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതുപോലെ അപ്പോപ്ടോസിസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീൻസ് ആണ്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ഫങ്ഷൻ മ്യൂട്ടേഷൻ. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോളോയിങ് ടേബിൾ ലിസ്റ്റ് 2 മേജർ ഫോംസ് ഓഫ് DNA duplexes and their properties. Which of the following combination is correct എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് 2 ഡ്യൂപ്ലെക്സ് ആണ് തന്നിട്ടുള്ളത്, A ഫോം ആൻഡ് B ഫോം. സോ അതിനകത്ത് പ്രോപ്പർട്ടീസിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടീസ് നോക്കാം. സിൻ കൺഫർമേഷൻ ഓഫ് ദ ബേസ് ടു ദ ഷുഗർ. സോ സിൻ കൺഫർമേഷൻ B ഫോമിലോ A ഫോമിലോ നമുക്ക് കാണാൻ കഴിയത്തില്ല. സോ സിൻ കൺഫർമേഷൻ Z ഫോമിൻ്റെ പ്യൂറിൻസിൽ മാത്രമാണ് നമുക്കിത് കാണുന്നത്. സോ ആ ഒരു കേസ് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ A ഫോമിലായാലും B ഫോമിലായാലും 1 അവിടെ വരാൻ പാടില്ല. സോ 1 വരുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ 1 ഇവിടെ വരുന്നുണ്ട്, 1 ഇവിടെ വരുന്നുണ്ട്, ആൻഡ് 1 ഇവിടെയും വരുന്നുണ്ട്. സോ ഈ 1, 2 or 4 ആവാൻ ചാൻസ് ഇല്ല. സോ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും നമുക്ക് ബാക്കി നോക്കാം. ആൻറ്റി കൺഫർമേഷൻ ഓഫ് ദ ബേസ് ടു ദ ഷുഗർ, ഇത് എനും ബാധകമാണ് ബിനും ബാധകമാണ്. സോ അതുകൊണ്ട് എയിലും 2 ഉണ്ട്, ബിയിലും 2 ഉണ്ട്. പിന്നെ ഉള്ളത് വൈഡ് മേജർ ഗ്രൂപ്പ്. സോ ബി ഫോം ഓഫ് DNA ആണ് നമ്മൾ ക്ലാസിക് ആയിട്ട് ഉള്ള DNA, വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ബി ഫോം ഓഫ് DNA ആണ് പറയുന്നത്. സോ മേജർ ഗ്രൂപ്പ് അവരുടേത് വൈഡ് ആണ്. സോ B 3 വരും, ബിനകത്ത് 3 വരുന്നുണ്ട്. പിന്നെ നാരോ മേജർ ഗ്രൂപ്പ്, അത് A ഫോമിനാണ് നാരോ മേജർ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ എക്കകത്ത് 4 വരുന്നുണ്ട്.
പിന്നെ ഇതിന് തൊട്ട് ഓപ്പോസിറ്റാണ് മൈനർ ഗ്രൂവിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. വൈഡ് മൈനർ ഗ്രൂവ് അപ്പോൾ ഇതിനായിരിക്കും എനായിരിക്കും. അപ്പം എക്കകത്ത് 5 ഉണ്ട്. അതേപോലെ തന്നെ 6 വരുന്നത് നാരോ മൈനർ ഗ്രൂവ്, അത് ബി ഫോമിനാണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. സോ റെഫറൻസിന് വേണ്ടിയിട്ട് സെഡ് ഫോം ഓഫ് DNA കൂടെ ടേബിൾ ഉണ്ട്, ജസ്റ്റ് ഇതൊന്ന് നോക്കാം. അതേപോലെ തന്നെ എത്ര ബേസ് പെയർസ് ഉണ്ടെന്നും കൂടെ നോക്കാം. അതേപോലെ തന്നെ അവരുടെ കൺഫർമേഷൻസും കൂടെ ഓർത്ത് വെക്കുക. സോ എൻ്റെ റൈറ്റ് ആൻസർ 3 ആണ്. സോ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.